Good afternoon. Good Good afternoon. afternoon. Good afternoon. PDF കാണാമോ? Yes. ഒരു മിനിറ്റ്. ഒട്ടും കുട്ടികളില്ലല്ലോ. Good afternoon. Good afternoon, Usha. Good afternoon, Miss. ഫുഡൊക്കെ കഴിഞ്ഞ എല്ലാവരുടെ? ഫുഡ് കഴിച്ചോ? ഇല്ല മിസ്. Okay. ഞാൻ എക്സ്പെരിമെന്റ് മെത്തേഡ് ഒന്ന് നോക്കിയിട്ട് വരാൻ പറഞ്ഞിട്ടായില്ലേ നിങ്ങളോട്? മറന്നുപോയോ?
Okay, good afternoon to all. Prayer. Prayer. Good afternoon, Miss. Prayer. Dear God, please keep me happy today. Help me to be bright, cheerful, and joy. Help me to do the things you want to me, to be others, kind and good. My parents, teachers, and friends do bless and keep us all in the happiness. Thank you. Thank you. Start of the day. Thoughts. Thought പറയാനെങ്കിലും thought പറയാമോ? Yes, ഞാൻ പറയാം miss. Success is not how high you have climbed, but how you make a positive difference to the world. Thank you. Okay, thank you. Yes. Good afternoon to all. നമ്മള് എഡ്യൂക്കേഷൻ സൈക്കോളജിയുടെ ലാസ്റ്റ് ഭാഗത്തെ ഒരു മെത്തേഡ് നിങ്ങളോട് നോക്കിയിട്ട് കൊണ്ടുവരാൻ ക്ലാസ്സിൽ സബ്മിറ്റ് ചെയ്യാൻ പറഞ്ഞിരുന്നു അല്ലേ, അവതരിപ്പിക്കാൻ പറഞ്ഞിരുന്നു. എക്സ്പീരിമെന്റൽ ഓർ സയന്റിഫിക് മെത്തേഡ് നോട്ട് എഴുതി കൊണ്ടുവന്നിട്ടുണ്ടോ? ഉണ്ട് miss. എഴുതി എഴുതിയിട്ട് അതൊന്ന് വായിക്കുക, എന്നിട്ടൊന്ന് പറഞ്ഞു കൊടുക്കണം കേട്ടോ. എത്ര പേര് എഴുതിയിട്ടുണ്ട്? മിസ് ഞാൻ എഴുതിയിട്ടില്ല, ഇവിടെ പനി പിടിച്ചിരിക്കുകയാണ് എല്ലാവർക്കും, അതെല്ലാം പറ്റിയിട്ടില്ല. വേറെ ആരും എഴുതിയിട്ടില്ല? അതിനല്ലാതെ വേറെ ആരും എഴുതിയില്ല? ഇതെന്താ എഴുതാനത്? എന്താണ് ഇത് പറയൂ, അതിനെ വായിക്കൂ. Experimental or scientific method. Experimental method is treated to the most science and object method for studying behavior. Hence, investigator attempts to study the cause and effect relationship. A scientific type of research design within the scientific method that involves manipulating variables to determine cause and effect relationship. The main factor in the method is controlling conditions on variables. There are three types of variables: dependent variables, independent variables, depending variables, intervening variables, or controlled variables. Uh, uh, Controlled variables indicating for the cause and dependent variables for the effect of the cause. The other factors that influence cause and effect relationship are called intervening variables. ഓക്കെ, ഒന്ന് അതിനെന്താ പറയാൻ പറ്റുമോ? എന്താണ് എക്സ്പീരിമെന്റൽ മെത്തേഡ് എന്ന്? അതായത് ബിഹേവിയറിനെ സ്റ്റഡി ചെയ്യാൻ വേണ്ടിയുള്ള മോസ്റ്റ് സയൻസ് ആൻഡ് ഒബ്ജക്റ്റീവ് മെത്തേഡാണ് എക്സ്പെരിമെന്റൽ ഓർ സയന്റിഫിക് മെത്തേഡ്. ഇത് മെയിനായിട്ട് ഇൻവെസ്റ്റിഗേറ്റർ നോക്കുന്നത് സ്റ്റഡി ഓഫ് ദ കോസ് ആൻഡ് എഫക്റ്റ് റിലേഷൻഷിപ്പിനെയാണ് നോക്കുന്നത്. ഇതിന്റെ മെയിൻ ഫാക്ടർ എന്ന് പറയുന്നത് വേരിയബിൾസിലുള്ള കണ്ടീഷൻസിനെ കൺട്രോളിംഗ് ആണ് അതിന്റെ മെയിൻ ഫാക്ടർ. ഇത് 3 വേരിയബിൾസ് ഉണ്ട്: ഡിപ്പെൻഡന്റ് വേരിയബിൾസും, ഇൻഡിപെൻഡന്റ് വേരിയബിൾസും, ഡിപ്പെൻഡിങ് വേരിയബിൾസും ആൻഡ് ഇന്റർവേറ്റിംഗ് വേരിയബിൾസ്. ഇന്റർവേറ്റിംഗ് വേരിയബിൾസിനെ കൺട്രോൾ വേരിയബിൾസ് എന്നും പറയുന്നു. കൺട്രോൾഡ് വേരിയബിൾസ് ഓർ ഇൻഡിക്കേറ്റിംഗ് വേരിയബിൾസിന് കോസിന് ഫോർ ദ കോസസിന് വേണ്ടിയാണ് കൺട്രോൾഡ് വേരിയബിൾസ് യൂസ് ചെയ്യുന്നത്. അതുപോലെ തന്നെ ഡിപ്പെൻഡന്റ് വേരിയബിൾസ് ഫോർ ദ എഫക്റ്റ് ഓഫ് ദ കോസസ്. Other factors or that influence the cause and effect relations are called intervening variables. Okay, yes. Okay.
നിങ്ങൾ ഇതിലൊരു ഡെഫിനേഷൻ നമുക്ക് ഇതിന് പഠിക്കാൻ പറ്റില്ല. അപ്പൊ ഇതിനെ ചെറുതാക്കി ഞാൻ തന്നിട്ടുണ്ട്. എക്സ്പെരിമെന്റ് മെത്തേഡ് എന്താണെന്ന് ഒരു ഷോർട്ട് നോട്ട് പോലെ തരാം. നിങ്ങൾ അത് പഠിച്ചാൽ മതി കേട്ടോ. ഇതിൽ കുറച്ചുകൂടി ഡീറ്റെയിൽഡ് ആയിട്ട് തന്നിട്ടുണ്ട്. അത്ര എക്സ്പ്ലനേഷൻസ് നിങ്ങൾ പഠിക്കണ്ട. ഓക്കെ, അതായത് എക്സ്പെരിമെന്റൽ മെത്തേഡ് എന്ന് പറയുന്നത് എന്താണ്? കോസ് ആൻഡ് എഫക്റ്റിനെ പറ്റി, കോസ് ആൻഡ് എഫക്ട് റിലേഷൻഷിപ്പിനെ പറ്റി നമ്മൾ പഠിക്കുന്ന ആ ഒരു റിലേഷൻഷിപ്പ് എന്താണെന്ന് എക്സ്പെരിമെന്റ് ചെയ്യുന്ന ഒരു മെത്തേഡാണ് എക്സ്പെരിമെന്റൽ മെത്തേഡ് എന്ന് പറയുന്നത്. കാര്യകാരണങ്ങളെ മനസ്സിലാക്കിയിട്ട് ചെയ്യുന്ന ഒരു ഇൻവെസ്റ്റിഗേഷൻ ആണ് എന്ത് എക്സ്പെരിമെന്റൽ അഥവാ സയന്റിഫിക് മെത്തേഡ് എന്ന് പറയുന്നത്. ഇനി ഞാൻ പറയുന്ന കാര്യങ്ങളൊന്ന് നോട്ട് ചെയ്യാം. The experiment research method in psychology, experiment research method in psychology is a scientific method. Is a scientific method that studies cause and effect relationship. Cause and effect എന്ന് ടെക്സ്റ്റിൽ കിടക്കുന്നുണ്ട് കണ്ടോ? Cause and effect relationship by manipulating variables. ഇതാണ് experiment research method in psychology is a scientific method that studies cause and effect relationship by manipulating variables. എന്താണ് എക്സ്പെരിമെന്റൽ മെത്തേഡ് എന്ന് പറയുന്നത്? ഹ്യൂമൻ ബിഹേവിയേഴ്സിൽ ഉണ്ടാവുന്ന എക്സ്പെരിമെന്റ്സ് ആണ് നമ്മൾ ഇവിടെ ചെയ്യുന്നത് അല്ലെ? ഹ്യൂമൻ ബിഹേവിയറിലാണ് നമ്മൾ ഈ ഒരു മെത്തേഡ് ചെയ്യുന്നത്. ഇവിടെ മാനിപ്പുലേറ്റിംഗ് വേരിയബിൾസ് എന്ന് പറഞ്ഞാൽ എന്താണ്? മാനിപ്പുലേറ്റ് ചെയ്യാന്ന് പറഞ്ഞാൽ നമ്മള് മാനിപ്പുലേറ്റ് ചെയ്യാന്ന് പറഞ്ഞാൽ എന്താ? നമ്മൾ സങ്കല്പിക്കുകയാണ് അല്ലെ? ഇന്ന കാര്യങ്ങളാണ്, ഇന്നതാണ് എന്നുള്ളത് നമ്മളിങ്ങനെ മാനിപ്പുലേറ്റ് ചെയ്ത് നമ്മൾ ഇമാജിൻ ചെയ്ത് വെക്കുകയാണ്. അത് എക്സ്പെരിമെന്റുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ ഇന്നതായേക്കാം, ഇങ്ങനെ വരാം, നമ്മളിങ്ങനെ പ്രെഡിക്റ്റ് ചെയ്യും, നിങ്ങളിങ്ങനെ സങ്കല്പിച്ചു വെക്കും. പക്ഷെ അതാണ് പരീക്ഷണം എന്ന് പറയുന്നത്. എക്സ്പെരിമെന്റ് ചെയ്യാന്ന് പറഞ്ഞാൽ നമ്മളുടെ വിചാരം, നമ്മൾ വിചാരിക്കുന്നത് കാരണം ഇന്നത്തെ ഒരു ഉത്തരത്തിലേക്ക് നമ്മൾ എത്തിച്ചേരും എന്ന രീതിയിലാണ് നമ്മൾ പരീക്ഷണം ചെയ്തത് അല്ലെ? ആ പരീക്ഷണത്തിന്റെ റിസൾട്ട് ഇതായിരിക്കും എന്ന് നമ്മൾ വിചാരിക്കും. പക്ഷെ ചിലപ്പോ ആ ഒരു ആൻസറിലേക്ക് എത്തണമെന്നില്ല. പരീക്ഷണം ചെയ്യുന്ന സമയത്ത് നമ്മൾ ആ ഒരു ആൻസറിലേക്ക് എത്തണമെന്നില്ല. ഒരാളുടെ ബിഹേവിയറിനെ കുറിച്ച് പഠിക്കുന്ന സമയത്ത് കുറെ സമയം കഴിയുമ്പോൾ നമുക്ക് മനസ്സിലാവും ഇയാളുടെ ക്യാരക്ടർ ഇങ്ങനെയാണ്. പക്ഷെ ഏതോ ഒരു പോയിന്റ് ഓഫ് വ്യൂവിൽ നമ്മൾ എന്ത് മനസ്സിലാക്കും? ഏതോ ഒരു പോയിന്റ് ഓഫ് വ്യൂ, ഏതോ സിറ്റുവേഷൻ അനുസരിച്ച് കൊടുക്കുന്ന ഏതെങ്കിലും ഒരു ടൈമില് ആളുടെ ബിഹേവിയർ ചേഞ്ച് വരും, അല്ലെങ്കിൽ ആ ബിഹേവിയർ ഡൈവേർട്ട് ചെയ്ത് പോകും. ആ ബിഹേവിയേഴ്സ് വേറെ രീതിയിൽ മാറ്റം സംഭവിച്ചു പോകുമ്പോൾ നമ്മൾ എന്താണ്, നമ്മുടെ എക്സ്പീരിമെന്റിൽ കുറച്ചുകൂടി വഴിത്തിരിവായി അല്ലെ?
അയാളുടെ സ്വഭാവത്തിന് കുറെ മാറ്റങ്ങൾ വരുന്നുണ്ട്. അയാൾ വേറെ രീതിയിൽ എന്തുവാണ് ചിന്തിക്കുന്നത് നമ്മൾ മനസ്സിലാക്കും. ഓക്കെ, അപ്പൊ എക്സ്പീരിമെന്റ് പരീക്ഷിക്കാന്ന് പറയുമ്പോൾ തന്നെ എന്താണ്, നമ്മൾക്ക് ഒരു കറക്റ്റ് ഒരു ഉത്തരത്തിലേക്ക് എത്തണമെന്ന് നമുക്ക് പറയാൻ പറ്റില്ല. ചിലത് ചിലപ്പോൾ സക്സസ് ആവും, ചിലത് എന്താണ് സക്സസ് ആവില്ല. പരീക്ഷണങ്ങൾ അങ്ങനെയാണ്. പ്രത്യേകിച്ച് സയന്റിഫിക് എക്സ്പീരിമെന്റ്സ് എന്നൊക്കെ പറയുമ്പോൾ പ്രത്യേകിച്ച് ഹ്യൂമൻ ബീങ്സിൽ നമ്മൾ നടത്തുന്ന പരീക്ഷണങ്ങള് അതായത് പ്രത്യേകിച്ച് ബിഹേവിയറിനെ കുറിച്ച് ആയതുകൊണ്ട് തന്നെ, പെരുമാറ്റത്തെ കുറിച്ചിട്ട് പഠിക്കുന്ന പരീക്ഷണങ്ങൾ ആയതുകൊണ്ട് തന്നെ നമുക്ക് ചിലപ്പോ ഇന്ന വഴിയിൽ തന്നെ പോകണമെന്ന് പറയാൻ സാധിക്കില്ല, അല്ലെ ഇന്ന റിസൾട്ട് നമുക്ക് കിട്ടുമെന്ന് നമുക്ക് പറയാനായിട്ട് സാധിക്കില്ല. അതൊരു എന്താ പറയാ, നമ്മള് സാങ്കല്പികമായിട്ട് നമുക്കത് ചിലപ്പോൾ ഉത്തരത്തിലേക്ക് എത്തിച്ചേരേണ്ട അവസ്ഥയും വന്നിരുന്നിരിക്കും. എക്സ്പെരിമെന്റിന്റെ കാര്യങ്ങൾ ഒരിക്കലും റിസൾട്ട് നമുക്ക് പ്രഡിക്ട് ചെയ്യാനായിട്ട് സാധിക്കില്ല, പ്രത്യേകിച്ച് എന്തില് ഹ്യൂമൻ ബിഹേവിയറിന്റെ കാര്യത്തിൽ കേട്ടോ. അതാണ് ഉദ്ദേശിക്കുന്നത്. അപ്പൊ നിങ്ങള് എന്താണ് റിസർച്ച് മെത്തഡ് അല്ലെങ്കിൽ എക്സ്പെരിമെന്റ് മെത്തഡ് എന്താണെന്ന് ചോദിച്ചാൽ നിങ്ങൾ ഈ ഒരു പറഞ്ഞ നോട്ടിലെ കാര്യങ്ങൾ പഠിക്കുക കേട്ടോ. ബാക്കി അതിൽ പറഞ്ഞ എക്സ്പ്ലനേഷൻസ് ഒന്നും പഠിക്കണം. ഓക്കെ, മനസ്സിലായോ? ഓക്കെ, അപ്പൊ നമ്മുടെ എഡ്യൂക്കേഷൻ സൈക്കോളജി കഴിഞ്ഞു. യൂണിറ്റ് 7. ഇനി അത് എടുക്കാനുള്ളത് നിങ്ങൾക്ക് ഇൻഡിവിജ്വൽ ഡിഫറൻസസ് അല്ലേ? നിങ്ങളെങ്ങനെ മിണ്ടാതിരുന്ന ഞാൻ ഉറങ്ങി പോട്ടോ. Individual difference and miss. ലാസ്റ്റ് ചാപ്റ്റർ ആണ് യൂണിറ്റ് 10. Individual difference. എഡ്യൂക്കേഷൻ സൈക്കോളജിയുടെ നോട്ടിൽ ഇട്ടേക്കാട്ടോ, നോക്കിയേക്കണേ. വ്യക്തി വ്യത്യാസങ്ങൾ, വ്യക്തിഗത വ്യത്യാസങ്ങൾ, വ്യക്തി വ്യത്യാസങ്ങൾ എങ്ങനെയെങ്കിലൊക്കെ നമുക്ക് പറയാം. It is an unquestionable fact that human beings resemble each other in certain aspects, but they are not exactly alike in all respects. All aspects ആണ്, in all aspects എന്നാണ്. Then no two individuals are similar, not even identical twins. Individuals differs in their intelligence, aptitude, interest, attitude, and other personality traits. These disparities between individuals that separate them from one another and make one as a distinctive individual in oneself are termed as individual difference. എന്താണ് വ്യക്തി വ്യത്യാസം എന്ന് പറയുന്നത്? It's an unquestionable fact that human beings resemble in each other in certain aspects. മനുഷ്യര് എല്ലാവരും ഒരേപോലെയാണോ ഇരിക്കുന്നത്? എല്ലാ മനുഷ്യരും ഒരേപോലെയാണോ? അല്ല ട്വിൻസ് പോലും ചില കാര്യങ്ങളിൽ വ്യത്യാസം ഉണ്ടാവും. അതെ, യെസ്. അതായത് ചില കാര്യങ്ങൾ മനുഷ്യര് പരസ്പരം സാമ്യമുള്ളവരാണെങ്കിലും എന്താണ് എല്ലാ കാര്യങ്ങളും അങ്ങനെ ഒരേപോലെ ആയിരിക്കണമെന്നില്ല, എന്തെങ്കിലും തരത്തിലുള്ള വ്യത്യാസങ്ങൾ ഉണ്ടായിരിക്കും, അല്ലെ? അപ്പൊ അതെന്താണ് ചോദ്യം ചെയ്യപ്പെടാത്തൊരു വസ്തുത, അൺക്വസ്റ്റബിൾ ഫാക്ട് ആണത്. നമുക്ക് കാണുമ്പോൾ എല്ലാവരും ഒരേപോലെ എന്ന് തോന്നാം, പക്ഷെ അവര് പലതരത്തില് വ്യത്യസ്തങ്ങളായിട്ടുള്ള ആസ്പെക്ട്സ് ഉള്ളവരായിരിക്കും, അല്ലെ? ഓക്കെ, നിങ്ങളുടെ ക്ലാസ്സിൽ എത്ര പേര്? ഇപ്പൊ 13 പേരുണ്ടല്ലേ, 12 പേരുണ്ട്. നിങ്ങൾ 12 പേരിലും 12 തരത്തിലുള്ള വ്യത്യസ്തങ്ങളായിരിക്കും ഉണ്ടായിരിക്കും. 12 പേരും ഇൻഡിവിജ്വലി വ്യത്യസ്തരാണ്, അല്ലെ? ഓരോ പേഴ്സൺസ് ആണ് നിങ്ങൾ എല്ലാവരും. ഇനി no two individuals are similar, not even identical twins. ഇനി നമ്മൾ ട്വിൻസിനെ കാണുന്ന സമയത്ത്, ട്വിൻസിനെ കണ്ടിട്ടില്ല നിങ്ങൾ? ഇരട്ടകളെ കാണുമ്പോൾ എന്താണ് പ്രത്യേകത? ഒന്നുപോലെ ഇരിക്കും ഷേപ്പിലൊക്കെ.
ഷേപ്പ് അതിലെല്ലാം ഒരേപോലെ ഇരിക്കും, പക്ഷെ എന്താണ് അതിൽ വ്യത്യസ്തത അല്ലേ? യെസ്. Individual twins differs in their intelligence, aptitude, interest, attitude and other personality traits. So individuals ഡിഫറൻസ് ആവുന്നത് ഏതൊക്കെ കാര്യത്തിലാണ്? അവർക്ക് എന്തെങ്കിലും വ്യത്യാസങ്ങൾ വരുന്നതില് അവരുടെ ഇന്റലിജൻസ് അല്ലെ, ഓരോരുത്തരുടെ ഇന്റലിജൻസ് വ്യത്യാസം ഉണ്ടായിരിക്കും. പലതരത്തിലുള്ള ഇന്റലിജൻസ് ക്യാപ്പബിലിറ്റീസ് ഉള്ള കുട്ടികളായിരിക്കാം ഓരോ കുട്ടികളും അല്ലെ. ആപ്റ്റിറ്റ്യൂഡിൽ വ്യത്യാസം ഉണ്ടായിരിക്കാം, ഇൻട്രസ്റ്റിൽ വ്യത്യാസം ഉണ്ടായിരിക്കാം. ആപ്റ്റിറ്റ്യൂഡ് എന്ന് പറഞ്ഞാൽ എന്താ? ആപ്റ്റിറ്റ്യൂഡ് അഭിരുചി അല്ലെ. ആപ്റ്റിറ്റ്യൂഡ് മീൻസ് അഭിരുചി. ഇൻട്രസ്റ്റ് നമ്മുടെ താല്പര്യങ്ങളിൽ വ്യത്യാസം ഉണ്ടാവാം. പിന്നെ ആറ്റിറ്റ്യൂഡ് എന്താണ്? മനോഭാവം അല്ലെ. നമ്മുടെ ആറ്റിറ്റ്യൂഡും മാറിപ്പോകരുത്. ആപ്റ്റിറ്റ്യൂഡ് എന്ന് വെച്ചാൽ അഭിരുചിയാണ്. അഭിരുചി മീൻസ് നമ്മുടെ ടേസ്റ്റ് സ്കിൽസ് ഒക്കെയാണ് അതിൽ വരുന്നത്. ആറ്റിറ്റ്യൂഡ് എന്ന് പറയുമ്പോൾ എന്താണ്? ആറ്റിറ്റ്യൂഡ് മനോഭാവം അല്ലെ, നമ്മുടെ മനോഭാവമാണ് ആറ്റിറ്റ്യൂഡ് എന്ന് പറയുന്നത്. അതർ പേഴ്സണാലിറ്റി ട്രേറ്റ്സ്. അപ്പൊ പ്രധാനമായിട്ടൊരു ഇൻഡിവിജ്വലെ നമ്മൾ വ്യത്യസ്തമാക്കുന്നത് ഈ കുറച്ച് കാര്യങ്ങളിലൂടെയാണ്. ഇതല്ലാതെ കുറെ ഡീറ്റെയിലേക്ക് നമ്മൾ പഠിക്കും. ഇവിടെ എന്തൊക്കെയാ പറയുന്നത്? ഇന്റലിജൻസ്, ആപ്റ്റിറ്റ്യൂഡ്, ഇൻട്രസ്റ്റ്, ആറ്റിറ്റ്യൂഡ് ആൻഡ് അതർ പേഴ്സണാലിറ്റി. മറ്റ് സ്വഭാവ സവിശേഷതകളിൽ നിന്നും എന്താണ് പലരിലും പല വ്യത്യാസങ്ങൾ കാണാൻ സാധിക്കും. പ്രധാനമായിട്ടും ഇന്റലിജൻസ് ആയിരിക്കുള്ളൂ. ഇന്റലിജൻസിൽ വ്യത്യാസമുള്ള കുട്ടികളുണ്ട്. മാത്തമാറ്റിക്കൽ ഇന്റലിജൻസ് കൂടുതലുള്ള കുട്ടികളാണ്. അവരാണ് ഏറ്റവും നന്നായിട്ട് മാത്സ് ഒക്കെ കാൽക്കുലേഷൻസ്, സീരിയേഷൻസ് ഒക്കെ ചെയ്യുന്ന കുഞ്ഞുങ്ങളെ കണ്ടിട്ടില്ലേ? അവർക്ക് മാത്തമാറ്റിക്കൽ ഇന്റലിജൻസ് കൂടുതലായിരിക്കും. നാച്ചുറൽ ഇന്റലിജൻസ് ഉള്ള അല്ലെങ്കിൽ ഈ നമ്മുടെ എന്താ പറയാ ബോഡി കൈനസ്റ്റിക് എന്ന് പറഞ്ഞ ഇന്റലിജൻസ് ഉണ്ട്. അത് എന്തിനു വേണ്ടിയാണെന്ന് അറിയോ? ബോഡി കൈനസ്റ്റിക് ഇന്റലിജൻസ്. നമ്മുടെ സ്പോർട്സ് താരങ്ങൾ കണ്ടിട്ടില്ലേ? സ്പോർട്സ് താരങ്ങള് അവർക്ക് അത്തരത്തിലുള്ള ഇന്റലിജൻസ് പവർ ആണുള്ളത്. അതുകൊണ്ട് തന്നെ അവരുടെ സ്പോർട്സിൽ മികവ് കാണിക്കുന്നത്. അപ്പൊ നമ്മളുടെ ഇന്റലിജൻസ് പവർ അനുസരിച്ചിട്ടാണ് നമ്മൾ ഏത് ഫീൽഡിൽ തിളങ്ങണമെന്ന്, ഏത് ഫീൽഡിലായിരിക്കും എന്ന് വരുന്നത് നമുക്ക് മനസ്സിലാവും. ഓക്കെ. പിന്നെ മ്യൂസിക് ഇന്റലിജൻസ് ഉള്ളവരുണ്ട്, ആർട്ട് ഇന്റലിജൻസ് ഉള്ളവരുണ്ട്. പിന്നെ അതേപോലെ തന്നെ ഇന്റർ പേഴ്സണലും ഇൻട്രാ പേഴ്സണൽ ഇന്റലിജൻസ് ഉള്ള പേഴ്സണാലിറ്റീസ് ഉണ്ട്. പിന്നെ നേച്ചർ ഇന്റലിജൻസ് എന്ന് പറയുന്നത് നമ്മുടെ ആരാണ്? ഈ വൈദ്യന്മാരെയൊക്കെ കണ്ടിട്ടില്ല, നമ്മുടെ ലാട വൈദ്യന്മാര്, അല്ലെങ്കിൽ എന്താ പറയാ പ്രകൃതി റിലേറ്റഡ് ആയിട്ട് ഇങ്ങനെ ആചാര്യന്മാര് അല്ലെങ്കിൽ പ്രബന്ധങ്ങൾ എഴുതുന്ന ഗുരു സന്യാസിമാരുടെ കാറ്റഗറീസ് ഉണ്ട്. അവരെ ഏത് കാറ്റഗറിയിൽ പെടുമെന്ന് അറിയാമോ? ഗുരുക്കന്മാരൊക്കെ അല്ലെങ്കിൽ സന്യാസിമാരൊക്കെ ഏത് ഇന്റലിജൻസിലുള്ളതായിരിക്കും? നാച്ചുറൽ ഇന്റലിജൻസ് ഉള്ളവരായിരിക്കും കേട്ടോ. നാച്ചുറൽ ടെൻഡൻസി ഇന്റലിജൻസ് ഉള്ളവരായിരിക്കും ഗുരു സന്യാസിമാരൊക്കെ ഉൾപ്പെടുന്നത്. അങ്ങനെ നമുക്ക് അങ്ങനെ ഒരു 9 ഇന്റലിജൻസ് കാറ്റഗറീസ് ഉണ്ട്. ഇവിടെ പറയുന്നില്ല, അല്ലാതെ പറഞ്ഞതാണ്. 9 ഇന്റലിജൻസ് കാറ്റഗറീസ് അനുസരിച്ചിട്ടായിരിക്കുള്ളൂ. ഇപ്പൊ മ്യൂസിക് ഇന്റലിജൻസ് ഉള്ള കുട്ടികളാണ് പാട്ടിന് പ്രാവീണ്യം കാണിക്കുന്നത്, പാട്ട് പാടാനായിട്ട് കാണിക്കുന്നത്. ആർട്ട് ഇന്റലിജൻസ് ഉള്ളവർക്കാണ് അഭിനയിക്കാനും അല്ലെങ്കിൽ എന്താണ് മറ്റു ടാലന്റ്സ് ഒക്കെ വരുന്നത്. ഓക്കെ. അപ്പൊ ഇന്റലിജൻസ് ബേസ്ഡ് നമ്മൾ എന്താണ് വ്യക്തികളിൽ വ്യത്യാസങ്ങൾ വരുന്നുണ്ട്. ഓക്കെ. പിന്നെ ആപ്റ്റിറ്റ്യൂഡ് എല്ലാവർക്കും ഒരേപോലെയാണോ? എല്ലാവർക്കും ഡിഫറെന്റ് ആയിട്ടുള്ള ആപ്റ്റിറ്റ്യൂഡ് ഉള്ളവരായിരിക്കും അല്ലെ. സ്കിൽസ് വ്യത്യാസമുള്ളവരായിരിക്കും. പിന്നെ എന്തെങ്കിലുള്ള പ്രത്യേക ഒരു ടേസ്റ്റ് ഉള്ളവരായിരിക്കും. ഇൻട്രസ്റ്റ് എന്ന് പറയുമ്പോൾ എന്തൊക്കെയാണ്? ഇൻട്രസ്റ്റ് എന്തൊക്കെയാണ്? ഇൻട്രസ്റ്റ് എന്തൊക്കെയാ? ഡ്രോയിങ് വരക്കാൻ കഴിവുള്ളവർക്ക് ഡ്രോയിങ് വരക്കാനായിട്ടായിരിക്കും ഇൻട്രസ്റ്റ് കൂടുതൽ. ഡാൻസിനായിരിക്കും, പാട്ട് പാടാൻ. ഓക്കെ. യെസ്. പിന്നെ ആറ്റിറ്റ്യൂഡിലെ വ്യത്യാസം അല്ലെ. ചിലവർക്ക് എല്ലാത്തിനോടും നെഗറ്റീവ് ആറ്റിറ്റ്യൂഡ് ആയിരിക്കും. ചിലവർ എങ്ങനെയായിരിക്കും? പോസിറ്റീവ് ആറ്റിറ്റ്യൂഡ്. ചിലവരിൽ മിക്സ്ഡ് ആയിരിക്കും. നെഗറ്റീവ് ഉണ്ടാവും, പോസിറ്റീവ് ഉണ്ടാവും. ചിലർ പോസിറ്റീവ് മാത്രം പറയുന്ന കാറ്റഗറീസ് ഉണ്ടാവും. നെഗറ്റീവ്സ് ഇല്ലാതെ ഫുള്ളി പോസിറ്റീവില് അവർ ആറ്റിറ്റ്യൂഡ് കാണിക്കുന്നവരുണ്ടാവാം. ചിലവരെന്താണ്? മിക്സ്ഡ് ആയിരിക്കും. ചിലവർ എന്തിനും നെഗറ്റീവ് പറയുന്നവർ കണ്ടിട്ടില്ല നിങ്ങള്? എന്ത് കാര്യം പറയുന്നു അപ്പൊ അതിന് നെഗറ്റീവ് കൊണ്ടുവന്ന് വെക്കും. അപ്പൊ തന്നെ അതൊരു ഡിസ്റ്റർബൻസ് ആണ് നമുക്ക് അങ്ങനെ പറയുമ്പോൾ അല്ലെ. നല്ലൊരു ചടങ്ങ് നടക്കുന്ന സമയത്ത് എന്തെങ്കിലും ഒരു നെഗറ്റീവ് കാര്യം എന്ന് പറയും. ആ ഒരു ഫംഗ്ഷന്റെ ആ ഒരു ക്വാളിറ്റി തന്നെ അതില്ലാതായിക്കളയും. അങ്ങനത്തെ ഉള്ള കുറെ ആൾക്കാരുണ്ട്. യെസ്.
അപ്പൊ അങ്ങനെ നമ്മൾ പല കാര്യങ്ങളും ഇൻഡിവിജ്വൽ ഡിഫറൻസസ് ഉണ്ട്. ഇന്റലിജൻസിന്റെ ബേസിൽ ആപ്റ്റിറ്റ്യൂഡ്, ഇൻട്രസ്റ്റ്, ആറ്റിറ്റ്യൂഡ് ആണ് അതർ പേഴ്സണാലിറ്റി ട്രേറ്റ്സ്. മറ്റ് സ്വഭാവ സവിശേഷതകളിൽ നിന്ന് എന്താണ് നമ്മൾ വ്യത്യസ്തരാണ് ഓരോരുത്തർ. These disparities between individuals that separate them from one another and make one as distinctive individual in oneself are termed as individual difference. അപ്പോ നമ്മൾ മനസ്സിലാക്കേണ്ട എന്താണ് ഈ ഡിസ്പാരിറ്റീസ്, അതായത് ഒരാളെ മറ്റൊരാളിൽ നിന്ന് വ്യത്യസ്തനാക്കുന്ന എന്തൊക്കെയാണ്? അവന്റെ ആറ്റിറ്റ്യൂഡ്, ഇൻട്രസ്റ്റ്, ആപ്റ്റിറ്റ്യൂഡ്, ഇന്റലിജൻസ്. ഇതിന്റെ അടിസ്ഥാനത്തിൽ ഒരാൾ മറ്റൊരാളിൽ നിന്ന് വ്യത്യസ്തനാണ് അല്ലെ? അതുകൊണ്ട് തന്നെയാണ് അതിന് എന്ത് പറയുന്നത് നമ്മള് ഇൻഡിവിജ്വൽ ഡിഫറൻസ് പറയുന്നത് അല്ലെ? ഒരാളെ മറ്റൊരാളിൽ നിന്ന് വ്യത്യസ്തനാക്കുന്നത് അവന്റെ മറ്റ് ആസ്പെക്ട്സുകളാണ് അല്ലെങ്കിൽ മറ്റ് പേഴ്സണാലിറ്റി ട്രേറ്റ്സുകളാണ് ഒരാളെ മറ്റൊരാളിൽ നിന്നും വേർതിരിക്കുന്നത്. ഓക്കെ, അതുകൊണ്ട് തന്നെ നമ്മൾ മനസ്സിലാക്കുന്നത് എന്താണ്? പേഴ്സൺസ് തമ്മിൽ, വ്യക്തികൾ തമ്മിൽ വ്യത്യാസങ്ങളുണ്ട്. ഇൻഡിവിജ്വലി അവരെ ഡിഫറെന്റഡ് ആണ്. ഓക്കെ, മനസ്സിലായോ ആദ്യത്തെ പാരഗ്രാഫ്? നിങ്ങളോട് ഒരു കാര്യം ചോദിക്കട്ടെ, ഈ തലവേദന മാറാൻ എന്തെങ്കിലും ഒരു പരിപാടി ഉണ്ടോ? മരുന്നൊന്നും കഴിക്കാൻ എനിക്ക് വയ്യ, മരുന്ന് കഴിക്കണ്ടെന്ന് വെച്ചിട്ടാണ് കുറേ മരുന്ന് കഴിച്ചു, മാറുന്നില്ല. ഇന്ന് കുറഞ്ഞതാണ്. എനിക്ക് മൈഗ്രെയിൻ ഉണ്ട്. സവി ഷമീർ, മൈഗ്രെയിന്റെ PhD എടുത്താണ് ഞാൻ. സിവിയർ മൈഗ്രെയിൻ ആണ്. ഞങ്ങൾ ഇവിടെ കഴിക്കുന്നത് നിയോപ്പൻ എന്ന് പറഞ്ഞിട്ടൊരു ഗുളികയാണ്. കഴിച്ചാല് പെട്ടെന്ന് മാറുന്നുണ്ട്. എനിക്കതാണ് ഇരിക്കണത്. അത് കഴിച്ച് ഒന്ന് ഉറങ്ങിയിട്ട് എഴുന്നേക്കുമ്പോ മാറും. എനിക്കെന്ന് പറഞ്ഞാല് തലവേദന ഇപ്പൊ മൈഗ്രെയിൻ അല്ല കേട്ടോ. മൈഗ്രെയിൻ്റെ എന്ന് പറയുമ്പോൾ രാവിലെ തുടങ്ങി കണ്ണ് കാണാൻ പോകും. കണ്ണ് കാണില്ല, കാരണം നമ്മുടെ ചില്ലിലൊക്കെ ഇങ്ങനെ, നമ്മുടെ ചില്ലിന്റെ മേളിൽ വെളിച്ചെണ്ണയൊക്കെ വീണ് കഴിയുമ്പോൾ ഇങ്ങനെ ചെതറി കിടന്നു വന്നിട്ടില്ല. അതേപോലെ നമ്മുടെ കണ്ണ് ഒരു സൈഡ് കാണാതെയോ. ദെൻ കാണാതെ കഴിഞ്ഞാൽ പിന്നെ ഒന്നും മനസ്സിലാവില്ല. പിന്നെ ഈ ഇരുട്ടുള്ള മുറിയിൽ തന്നെ ഇരിക്കണം. കണ്ടിന്യൂസ് ആയിട്ട് രാവിലെ മുതൽ വൈകുന്നേരം സൂര്യൻ അസ്തമിക്കുന്ന വരെ ഞാൻ കണ്ടിന്യൂസ് ആയിട്ട് ഛർദ്ദിക്കും. അത് നമ്മുടെ തലയിൽ ഇവിടെ ഒരു കഫത്തിന്റെ ഒരു വെള്ളമുണ്ട്, മഞ്ഞ കളറിലാണ് ആ ഒരു ഫ്ലൂയിഡ്. ആ ഫ്ലൂയിഡ് കണ്ടിന്യൂസ് ഛർദ്ദിച്ച് പോകുന്ന വരെ പോയി തീർന്നാലും നമ്മുടെ തലവേദന മാറുള്ളൂ. അതാണ് മൈഗ്രെയിൻ എന്ന് പറയുന്നത്. സിവിയർ ആണത്. ഒരു ദിവസം മുഴുവൻ നമ്മുടെ പോകും. എനിക്ക് ഇൻകേസ് ഇതൊക്കെ വീട്ടിൽ വെച്ചിട്ടാണ് സംഭവിക്കാറ്. പക്ഷെ ആദ്യമായിട്ട് ഒരു ദിവസം പുറത്തു പോയി പോന്നു. പുറത്ത് വെച്ച് ബസ്സിൽ ഇരുന്ന് വന്നപ്പോ പിന്നെ നിങ്ങളൊന്ന് ആലോചിച്ചു എങ്ങനെ ഞാൻ ബസ്സിൽ ഇറങ്ങിയെന്ന് പോലും എനിക്ക് അറിയാൻ പാടില്ല. ഇറങ്ങി എങ്ങനെ ഒരു ഓട്ടോ പിടിച്ച് തിരിച്ച് വീട്ടിലേക്ക് തിരിച്ച് സ്കൂളിലേക്ക് പോണ സമയത്ത് രാവിലെയാണ്. പിന്നെ സ്കൂളിൽ പോയിട്ട് അവിടെ തന്നെ ഓഫീസ് സ്റ്റാഫിനോട് ഇരുന്ന് ഛർദ്ദിച്ച് കംപ്ലീറ്റ് വൈകുന്നേരം ആയപ്പോ തിരിച്ചു പോകുന്നത്. അങ്ങനെയാണ് എന്റെ തലവേദന. പക്ഷെ ഇപ്പൊ വന്നിട്ടുള്ള തലവേദന ഇതല്ല, മൈഗ്രെയിൻ അല്ല. മൈഗ്രെയിൻ ആണെങ്കിൽ ഇതാണ് സിറ്റുവേഷൻ. ഇത് പക്ഷെ ഇങ്ങനെ കണ്ടിന്യൂസ് മാറാതെ ഇങ്ങനെ നിൽക്കും. കുറച്ചു നേരം മാറിയതായിരുന്നു, പിന്നെ പിന്നീട് വന്നു. ഇപ്പൊ സിസ്റ്റം നോക്കുന്നത് കൊണ്ടാണോ എന്ന് അറിയില്ല. അല്ലാതെ കാണിച്ചു നോക്കൂ, കാണിച്ചു നോക്കൂ മിസ്സേ. ചിലപ്പോ തലവേദന എന്തിട്ടാണെന്ന് അറിയണമല്ലോ. മരുന്ന് കഴിക്കാൻ വേണ്ടി, അല്ലാതെ ഹോം റെമഡീസ് എല്ലാം ഉണ്ടാവുന്ന അറിയാൻ വേണ്ടിയാണ് നിങ്ങളോട് ചോദിച്ചത്. എനിക്ക് ഈ ഇടയ്ക്ക് തലവേദന ഭയങ്കരമായിരുന്നു. അപ്പൊ ഞാൻ ഡോക്ടറിലേക്ക് പോയപ്പോ എന്നോട് പറഞ്ഞു സ്ക്രീൻ സ്പേസ്, മൊബൈലിന്റെ വെട്ടമായാലും ടിവിയുടെ ആയാലും ലാപ്ടോപ്പിന്റെ ആയാലും സ്ക്രീൻ സ്പേസ് ഒക്കെ കുറയ്ക്കണം. കുറച്ച് കഴിയുമ്പോൾ പകുതി തന്നെ ഒരു ഇത് കിട്ടുമെന്ന് എന്നോട് പറഞ്ഞു. ഗുളിക കഴിക്കണ്ടെന്ന് പറഞ്ഞ കാര്യമായത്. ആവി പിടിച്ചാൽ മതി മിസ്സേ. റിപ്പീറ്റ് ആവി പിടിക്കണം. എന്നെ ആവിയിലിട്ട് പുഴുങ്ങി എടുക്കാൻ ഫുൾ ടൈം ആവിയിലാണ് ഇഷ്ടം. എപ്പോഴും ആവി പിടിക്കും. പക്ഷെ അപ്പൊ നല്ല റിലീഫ് ഉണ്ടോ? അത് കുറച്ച് സമയത്തൊക്കെ ഉള്ളൂ. വീട്ടിലെ ആൾക്കാര് പറയും എനിക്ക് വിരുന്ന് കഴിഞ്ഞാൽ ചിലപ്പോ വിരുക്കി പോകുന്നു. അത്രയും നേരം ഞാൻ ഇരിക്കും. നല്ല സുഖമാണ് ആവി പിടിക്കുമ്പോ. പക്ഷെ എനിക്ക് മൈഗ്രെയിന്റെ തലവേദന വന്നിട്ടുണ്ടെങ്കിൽ ഈ പറഞ്ഞ പോലെ കണ്ണിന്റെ സൈഡിൽ നല്ല വേദന ഉണ്ടാവും. ലൈറ്റിന്റെ വെളിച്ചം കാണാൻ പറ്റില്ല, കുട്ടികളുടെ സൗണ്ട് കേൾക്കാൻ പറ്റില്ല. അങ്ങനെ. അപ്പൊ ഇപ്പൊ നിയോപ്പൻ അങ്ങനെ ഗുളിക കഴിക്കുമ്പോ കുറവുണ്ട്. അത് എല്ലാത്തിനും കൂടിയിട്ടുള്ള വേദനക്കുള്ള ഗുളികയാണ് നിയോപ്പൻ എന്ന് പറയുന്നത്. പല്ലുവേദനയ്ക്കും തലവേദനയ്ക്കും ഒക്കെ ഉപയോഗിക്കാനാണ്. അപ്പോ അത് കഴിക്കുമ്പോ ഒരു കുറവുണ്ട്. എന്തായാലും ഡോക്ടറെ കാണിച്ചിട്ട് എന്തായാലും ചെയ്യ്. കാരണം വെച്ചോണ്ടിരിക്കണ്ട, തലവേദന അല്ലേ. അങ്ങനെ ചെയ്യാല്ലേ. എനിക്ക് മരുന്ന് കഴിക്കാനുള്ള ഒരു മടി കൊണ്ടാണ്. ആയുർവേദത്തിൽ കാണിക്കാം മിസ്സേ. ആയുർവേദം അല്ലെ? യെസ്, നമുക്കൊരു കോട്ടയ്ക്കൽ ആയുർവേദശാല ഉണ്ട്, അവിടെ കാണിക്കാം. നോക്കട്ടെ.
അല്ലെങ്കിൽ ഹോമിയോ ആയിരിച്ചാൽ മതിയില്ലേ? ഒക്കെയാണ്. പിന്നെ ഒത്തിരി തണുപ്പടിക്കരുത്. ഈ തണുപ്പടിക്കുമ്പോഴേ ഇതൊക്കെ കൂടുന്നു. പിന്നെ ചൂടും വല്ലാതെ ചൂടും കൊള്ളരുത്. ഇപ്പൊ ക്ലൈമറ്റ് മാറിയതിന്റെ ആണോന്ന് അറിയില്ല. പെട്ടെന്ന് നമ്മുടെ ക്ലൈമറ്റ് ഇപ്പൊ ചില സമയത്ത് നല്ല മഴ, ചില സമയത്ത് നല്ല ചൂട്, അങ്ങനെയാണ് പോകുന്നത്. ചിലപ്പോ നമ്മുടെ ശരീരം അതിനോട് യോജിക്കുന്നുണ്ടാവില്ല. അതുകൊണ്ടായിരിക്കും നമ്മൾ എന്റെ സ്വയം കണ്ടെത്തണം. വല്യമ്മയ്ക്ക് ഇതുപോലെ, എന്റെ അമ്മയുടെ ചേട്ടത്തിക്ക് ഇതുപോലെ തലവേദന കണ്ടിന്യൂസ് ആയിട്ട് വർഷങ്ങൾക്ക് മുമ്പ് ഭയങ്കര തലവേദന ഒന്നും ഉണ്ടായിരുന്ന ആൾക്ക്. അപ്പം ഈ ഇടയാണെങ്കിൽ ആള് തല കുറഞ്ഞ് വീണ് കഴിഞ്ഞപ്പം പത്തനംതിട്ടയിലായിരുന്നു. അപ്പൊ അവിടെ ഹോസ്പിറ്റലിൽ കൊണ്ടുപോയപ്പം ഡോക്ടർ പറഞ്ഞു എന്തുവാ ഇത് നരമ്പ്, തലയുടെയും കണ്ണിന്റെ ഇവിടെ നരമ്പിൽ എന്തോ കംപ്ലൈന്റ് ഉണ്ട്, അതുകൊണ്ട് ഈ കണ്ടിന്യൂസ് ആയിട്ട് ഇങ്ങനെ തലവേദന വന്നിരിക്കുന്നത് എന്ന് പറഞ്ഞു. അപ്പൊ ആ നരമ്പിന്റെ കണ്ണിലേക്കുള്ള എന്തോ നരമ്പ് പ്രശ്നമുണ്ട്. ഇപ്പൊ ഓപ്പറേഷൻ ചെയ്ത് കിടക്കുക. ഇപ്പൊ ഓപ്പറേഷൻ ചെയ്തു, തലയിൽ കൂടെ വേണം ഓപ്പറേഷൻ ചെയ്യാന്ന് പറഞ്ഞു. പക്ഷെ എന്തോ ഇതിനെ ഇപ്പൊ മൂക്കിൽ കൂടെ അങ്ങാണ്ട് ചെയ്യാൻ പറ്റുന്ന രീതി ഉണ്ടായിരുന്നു. ഇപ്പൊ അങ്ങനെ ചെയ്തിട്ടേക്കാണ്. തലയിൽ കൂടെ ചെയ്യുന്ന ഭയങ്കര കോംപ്ലിക്കേറ്റഡ് ആണെന്ന് പറഞ്ഞായിരുന്നു. ഇപ്പൊ മൂക്കിൽ കൂടെ ചെയ്തിട്ട് എന്തോ നരമ്പിന്റെ എന്തോ ചെയ്തിട്ടേക്കുവാണ് ഇപ്പൊ. അത് നമ്മൾ വെച്ചോണ്ടിരിക്കാതിരിക്കുന്നതായിരിക്കും. അതാ ഞാൻ പറഞ്ഞത്, ഹോമിയോയും ആയുർവേദമൊക്കെ ആവുമ്പോ അവരുടേതായ മെഡിസിൻ തരും. ടെസ്റ്റ് ഒക്കെ ചെയ്യുമെന്ന് എനിക്ക് അറിയില്ല കേട്ടാ. ടെസ്റ്റ് ഒക്കെ ചെയ്യണമെങ്കിൽ ഈ ഇംഗ്ലീഷ് മരുന്ന് തന്നെ ചെയ്യണതാണ് നല്ലതെന്നാണ് എന്റെ ഒരു അഭിപ്രായം. മിസ് ആദ്യം ഒന്ന് പോയി തല കാണിച്ചിട്ട് സ്കാനിങ് ഒക്കെ പറയുകയാണെങ്കിൽ സ്കാനിങ് ഒക്കെ ചെയ്തു നോക്കാം, അപ്പൊ അറിയാലോ എന്തിന്റെ ആണെന്നുള്ളത്. ഇത് കഫ് കെട്ടൊക്കെ ഉണ്ടെങ്കിൽ, കഫം തട്ടി നിന്നിട്ടുണ്ടെങ്കിൽ ഉണ്ടാവും. ഇപ്പൊ മിസ് പറഞ്ഞ് കുറെ ആവി പിടിച്ചോന്ന്. കഫ് കെട്ടിന്റെ ആണെങ്കിൽ അങ്ങനെ പോകേണ്ടതല്ലേ. അതെ അതെ. ഓക്കെ, മിസ്സേ എനിക്ക് നോക്കാം. മടിയാ, അതുകൊണ്ട് ഞാൻ തലവേദന വരുമ്പോ ഇഞ്ചക്ഷൻ പോയി എടുക്കും. ഞാൻ ലാസ്റ്റ് എനിക്ക് ഒട്ടും പറ്റാത്ത എടുത്തുകൊണ്ട് പോയി ഇഞ്ചക്ഷൻ വെക്കാനാണ്. ലാസ്റ്റ് ഛർദിച്ച് ആവശ്യമാകുമ്പോ ഇഞ്ചക്ഷൻ എടുക്കുമ്പോഴാണ് മാറാറ് ചിലപ്പോഴൊക്കെ. എനിക്കും അതെ, ഞാനും മരുന്ന് കഴിച്ചിട്ടുണ്ടെങ്കിൽ മരുന്ന് നമ്മൾ മാക്സിമം ഒഴിവാക്കുന്നത് നല്ലത്. കുറെയൊക്കെ ഒഴിവാക്കുക. ഈ പെയിൻ കില്ലേഴ്സ് അങ്ങനെയുള്ള കാര്യങ്ങൾ ഒഴിവാക്കുന്നത് നല്ലതാണ്. കുറെ കഴിച്ചിട്ടുണ്ട്, അതുകൊണ്ടാണ് പിന്നീട് ഒഴിവാക്കപ്പെടുന്നത്. ഓക്കെ, യെസ്. ക്ലാസ് പതുക്കെ പോകുന്നുണ്ടാന്ന് അറിയോ? നമ്മളാണ് ക്ലാസ്സിലത്തെ ഏറ്റവും മുമ്പിൽ ഇരിക്കുന്നത്. ബാക്കി ബാച്ചൊക്കെ പുറയിലാണ്. ആദ്യമേ തുടങ്ങി ബാച്ചൊക്കെ പുറയിലേക്ക് നിങ്ങൾ ഫ്രണ്ടിൽ പോയിക്കൊണ്ടിരിക്കുകയാണ്. പതുക്കെ കിട്ടാൻ വേണ്ടി പറഞ്ഞിട്ടുണ്ട്. ഇന്നത്തെ ക്ലാസ് വേഗം പോകുന്നുണ്ട്, എന്താണെന്നറിയില്ല. പിന്നെ സ്ട്രെങ്ത് കുറവല്ലേ? അവിടെയൊക്കെ കുറെ കുട്ടികളുള്ളതുകൊണ്ട് കുറെ ആക്ടിവിറ്റീസ് കൊടുക്കുമ്പോൾ അവരെല്ലാവരും പാർട്ടിസിപ്പേറ്റ് ചെയ്ത് പറയാൻ നിൽക്കുമ്പോൾ കുറെ സമയം പോകുന്നത്. അങ്ങനെ പോർഷൻസ് പതിയെ പോകുന്നത്. പക്ഷെ ഇവിടെ നമുക്ക് വലിയ കുഴപ്പമില്ല, സമാധാനമായിട്ട് പോവാം. നമ്മളതൊന്നും വലിയ കുഴപ്പമില്ലാത്തവരാ. ഇനി നമുക്ക് നോക്കാം നേച്ചർ ഓഫ് ഇൻഡിവിജ്വൽ ഡിഫറൻസസ്. ഇച്ചിരി ബുദ്ധിമുട്ടാക്കാൻ, മനസ്സിലാക്കാൻ ഇച്ചിരി ബുദ്ധിമുട്ടുണ്ടാവും. അതൊക്കെ ശ്രദ്ധിച്ചിരിക്കുക കേട്ടോ. ഇൻഡിവിജ്വൽ ഡിഫറൻസസിന്റെ നേച്ചർ എങ്ങനെയാണെന്നുള്ളതാണ് പറയുന്നത്. നേച്ചർ ഓഫ് ഇൻഡിവിജ്വൽ ഡിഫറൻസസ് can be briefed as follows. Individual differences are one of degree, not one of kind. പിന്നെന്താ പറയുന്നത്? എഡ്യൂക്കേഷൻ സിഗ്നിഫിക്കൻസ് ഓഫ് ഇൻഡിവിജ്വൽ ഡിഫറൻസ് ആൻഡ് ഏരിയാസ് ഓഫ് ഇൻഡിവിജ്വൽ ഡിഫറൻസ്. ഇങ്ങനെ 3 രീതിയിലാണ് ഇത് കാറ്റഗറൈസ് ചെയ്തിരിക്കുന്നത്, ഇതിന്റെ നേച്ചർ കേട്ടോ. യെസ്, ഇപ്പൊ നമ്മള് ഇൻഡിവിജ്വൽ ഡിഫറൻസസ് ആർ വൺ ഓഫ് ഡിഗ്രി നോട്ട് വൺ കൈൻഡ് എന്ന് പറഞ്ഞാൽ എന്താണ്? അതായത് ഡിഗ്രി അതിന്റെ അളവിൽ ഒരേപോലെ ആയിരിക്കും. ഒരാളുടെ സ്വഭാവം അളവിൽ ഒരേപോലെ ആയിരിക്കും, പക്ഷെ കൈൻഡിൽ വ്യത്യാസം ഉണ്ടാവും. തരം വ്യത്യാസം ഉണ്ടാവും എന്ന് പറയില്ല. നമ്മള് ഒരേ സ്വഭാവമാണ്, പക്ഷെ ആ വേറെ തരത്തിലാണ് കാണിക്കുന്നതെന്ന് നമ്മൾ പറയാറില്ലേ? അതായത് അളവില് ഇൻഡിവിജ്വൽ ഡിഫറൻസസിന്റെ വ്യക്തിഗത വ്യത്യാസങ്ങളുടെ അളവ് ഒരേപോലെ ആയിരിക്കും, പക്ഷെ അത് തരത്തിൽ വ്യത്യസ്തമായിരിക്കും. ഇതാണ് വൺ ഓഫ് ഡിഗ്രി നോട്ട് വൺ ഓഫ് കൈൻഡ്. അളവ് ഒരേപോലെ ആയിരിക്കും, ക്വാളിറ്റി ഒരേപോലെ ആയിരിക്കും, പക്ഷെ അതിന്റെ ഡിഫറൻസസ് ഉണ്ടായിരിക്കും. ഒരാളുടെ അതായത് നോക്കാം, ഓൾ പേഴ്സൺസ് ടു ഹാവ് കോമൺ ഹ്യൂമൻ ട്രേറ്റ്സ്. ചിലർക്ക് എന്താണ് കോമൺ ആയിട്ട് ഹ്യൂമൻ ട്രേറ്റ്സ്, മനുഷ്യ സവിശേഷതകൾ ഉണ്ടായിരിക്കും. എന്തൊക്കെയാണ് നമ്മുടെ കോമൺ ആയിട്ടുള്ള സവിശേഷതകൾ മനുഷ്യന്റെ? ടീച്ചർ പറഞ്ഞുതരാം, നോക്കൂ. ഇപ്പൊ ചിലവര് നല്ലവണ്ണം ചിരിക്കുന്നവരായിരിക്കും. ചിലവര് ചിരിക്കും. നമ്മൾ ചിരി എന്ന് പറഞ്ഞാൽ ഹ്യൂമൻ ട്രേറ്റ്സ് ആണ്, മനുഷ്യന്റെ ഒരു സവിശേഷതയാണ് ചിരിക്കുക എന്ന് പറയുന്നത്.
ചിരി അളവില് ഒരേപോലെ എല്ലാവരും ചിരിക്കുന്നുണ്ട്, പക്ഷെ പല തരത്തിലല്ലേ നമ്മൾ ചിരിക്കുന്നത്? ഒരേപോലെയാണോ എല്ലാവരും ചിരിക്കുന്നത്? ആണോ? അല്ല, പലതരത്തില്. ചിലവര് ചിരിക്കും, എല്ലാവരും ചിരിയുണ്ട്, ഒക്കെ ചിരിക്കുന്നവരുണ്ടാവും, അമിതമായിട്ട് ചിരിക്കുന്നവരുണ്ടാവും, ചിരിച്ചുകൊണ്ടിരിക്കുന്നവരുണ്ടാവും, അല്ലെ? അപ്പൊ എന്താണ് ആ ഒരു ട്രൈറ്റ്സിൽ വ്യത്യാസം വരുന്നുണ്ട്. അതാണ് പറഞ്ഞ അളവിൽ ഒരേപോലെ ആയിരിക്കും. ചിരി എന്ന ഒരു ക്വാളിറ്റിയില് ഒരേപോലെയാണ് എല്ലാവരും, പക്ഷെ അതിന് തരം വ്യത്യാസമാണ്, കൈൻഡ് വ്യത്യാസത്തിലാണ് തന്നെ. പതിയെ ചിരിക്കുന്നവരുണ്ടാവും, കുറച്ച് ഉറക്കെ ചിരിക്കുന്നവരുണ്ടാവും, ഭയങ്കര ഉറക്കെ ചിരിക്കുന്നവരുണ്ടാവും, പൊട്ടിച്ചിരിച്ച് കുലുങ്ങി കുലുങ്ങി ചിരിക്കുന്നവരുണ്ടാവും. അപ്പൊ അതൊരു സ്വഭാവ സവിശേഷതയാണ്. അതുപോലെ തന്നെ നമുക്ക് കരച്ചില്, ചിലവര് അടക്കി പിടിച്ച് കരയുന്നവരായിരിക്കാം, അല്ല ഉള്ളിൽ കരയുന്നവരായിരിക്കാം, പുറമേ നന്നായിട്ട് കരയുന്നവര്. പുറമെ നന്നായിട്ട് കരയുന്ന വെച്ചാല് ശബ്ദം ഉണ്ടാവും, അലറി വീഴ്ച കരയും, അല്ലെ, ബഹളം ഉണ്ടാക്കി കരയും. അങ്ങനെ പല ടൈപ്സ് ആണ് നമ്മുടെ സ്വഭാവം എന്ന് പറയുന്നത്. ഇനി പാട്ട് പാടുന്നവരെ നോക്കി കഴിഞ്ഞാൽ ചിലവർക്ക് പാടാൻ അറിയാൻ പറ്റും, പാടാൻ അറിയില്ലെങ്കിലും ചിലവർ പാടും. നല്ലോണം പാടുന്നവരുണ്ടാവും, നല്ലോണം പാടാത്തവരുണ്ടാവും. പക്ഷെ എല്ലാവരും എന്താണ് പാടും. ഒന്നുമില്ലെങ്കിൽ ഒരു മൂളിപ്പാട്ട് പാടാത്ത ആരും ഉണ്ടാവില്ല, അല്ലെ? എല്ലാവരും പാടുന്നുണ്ട്. യെസ്. അപ്പൊ അതാണ് എന്താണ് കോമൺ ആയിട്ടുള്ള ഹ്യൂമൻ ട്രേറ്റ്സ് എന്ന് പറയുന്നത്, പ്രധാന ഹ്യൂമൻ സവിശേഷതകൾ എന്ന് പറയുന്നത്. ഒരേപോലെയാണ് പക്ഷെ വ്യത്യസ്തമാണ്, അത്രയാണ് മനസ്സിലാക്കുന്നത്, അല്ലെ? എല്ലാവരിലും ഉള്ളതാണ് ചിരി, കരച്ചില്, ആർട്ടാണെങ്കിലും മ്യൂസിക് ആണെങ്കിലും എന്തും എല്ലാവരിലും ഉണ്ട്, പക്ഷെ തരത്തിൽ വ്യത്യസ്തമാണ്. മനസ്സിലായോ പറഞ്ഞത്? അതുകൊണ്ടാണ് ഇൻഡിവിജ്വൽ ഡിഫറൻസസ് ആർ വൺ ഓഫ് ഡിഗ്രി ആൻഡ് നോട്ട് വൺ ഓഫ് കൈൻഡ് എന്ന് പറയുന്നത്. അളവില് ഒരേപോലെയാണ്, പക്ഷെ തരത്തിൽ അത് വ്യത്യസ്തമാണ്. വ്യത്യാസങ്ങൾ അളവിൽ ഒരുപോലെയാണ്, തരത്തിൽ അത് വ്യത്യസ്തമാണ്. ഓക്കെ. But the amount and properties of such traits differ from person that leads to uniqueness of personality and behavior. നമ്മൾ പറഞ്ഞ കാര്യങ്ങൾ തന്നെയാണ് കേട്ടോ. അളവിലായിരിക്കാം വ്യത്യാസം, എല്ലാവർക്കും പല സവിശേഷതകൾ ഉണ്ടെങ്കിലും എന്താണ് അതിന്റെ അളവില് തരത്തിൽ വ്യത്യാസം, പല കൈൻഡിലായിരിക്കും, പല രീതിയിലായിരിക്കും പലരും കാണിക്കുന്നത്. ഓക്കെ. അപ്പൊ ഒരാൾ എന്താണ് യുണീക്കാണ്, യുണീക് നേച്ചർ ആണ് നമുക്ക് എല്ലാവർക്കും, എല്ലാവരും അതുല്യരായിട്ടുള്ള സ്വഭാവങ്ങൾ കാണിക്കുന്നവരാണ്. So the concept of individual differences means to quantitative difference found among individuals in respect of a specific trait or various traits. ഇവിടെ എന്താ പറയുന്നത്? വിവിധ സ്വഭാവ സവിശേഷതകളുള്ളവരായത് കൊണ്ട് തന്നെ, അല്ലെ, നമുക്ക് വിവിധ സ്വഭാവ സവിശേഷതകളുള്ള ഒരാൾക്കും ഒരു പേഴ്സണെ സംബന്ധിച്ചിടത്തോളം, ഒരു വ്യക്തിയെ സംബന്ധിച്ചിടത്തോളം അയാൾക്ക് എന്താണ് പലതരത്തിലുള്ള എണ്ണമറ്റ രീതിയിലുള്ള ക്വാളിറ്റീസ് ഉണ്ടായിരിക്കും, അല്ലെ? നമ്മൾ അറിഞ്ഞില്ലെങ്കിൽ ഇപ്പോൾ അദ്ദേഹത്തിന് ആ ക്വാളിറ്റീസ് ഉണ്ടായിരുന്നത് ഉള്ളതുപോലെ തന്നെ ഉണ്ടാകും. അപ്പൊ മനുഷ്യന് എന്ന് പറഞ്ഞാൽ വിവിധ തരത്തിലുള്ള സ്വഭാവ സവിശേഷതകളുള്ളവരായത് കൊണ്ട് തന്നെ എന്താണ് വ്യക്തികൾക്കിടയിൽ നമുക്ക് പലതരത്തിലുള്ള പല വ്യത്യാസങ്ങൾ കാണാനായിട്ട് സാധിക്കും. എല്ലാവരിലും എന്താണ് പ്രത്യേക സ്വഭാവങ്ങൾ ഉണ്ട്, ആ സ്വഭാവത്തിൽ എന്തുണ്ടായിരിക്കും? വ്യത്യസ്തത ഉണ്ടായിരിക്കും. ഓക്കെ. ഡിഫറൻസസ് ഉണ്ടാവും, ക്വാണ്ടിറ്റിയില് ഡിഫറൻസസ് ഉണ്ടായിരിക്കും. ഓക്കെ. അതാണ് അതിന്റെ ഫസ്റ്റ് നേച്ചർ എന്ന് പറയുന്നത്. മനസ്സിലായോ പറഞ്ഞത്? യെസ്. ഞാൻ ചോദിക്കട്ടെ, നിങ്ങളിൽ കണ്ടെത്തിയിട്ടുള്ള ഒരു ഇൻഡിവിജ്വൽ ഡിഫറൻസ് എന്താണ്? നിങ്ങൾ ഓരോരുത്തരും ഒന്ന് പറഞ്ഞു. നിങ്ങളെ മറ്റൊരാളിൽ നിന്ന് വ്യത്യസ്തനാക്കുന്നത് എന്താണ്? നിങ്ങൾക്ക് സ്വയം തോന്നും, അല്ലെ? സ്വയം തോന്നുന്നുണ്ട് നമുക്കത്, ഞാൻ അയാളിൽ നിന്ന് ഈ ഒരു കാര്യത്തിൽ ഞാൻ വ്യത്യസ്തനാണ് എന്ന് തോന്നുന്ന ഒരു കാര്യം, ഒരു സവിശേഷത എന്താണ്? പറയാമോ? ഓക്കെ. ചിലർക്ക് നല്ല ഇന്റലിജൻസ് അവർ നല്ലപോലെ വർക്ക് ചെയ്യും, കാരണം മാത്സിലൊക്കെ ഒരു ടോപ്പറാണ്. നല്ല അതിനോട് കമ്പയർ ചെയ്യുമ്പോൾ നമ്മൾ ഇച്ചിരി പുറകിലാണോ എന്നൊരു തോന്നലുണ്ട്. പിന്നെ മിസ് എപ്പോഴും പറയുമല്ലോ, ഞാൻ നല്ല കണ്ടമാനം ചിരിക്കോ, ഏത് കാര്യവും ചിരിച്ചുകൊണ്ട് പറയും. മറ്റുള്ളവർ അങ്ങനല്ല, ചിരിക്കേണ്ട കാര്യങ്ങളാണെങ്കിൽ പോലും ചിലർ ചിരിക്കത്തില്ല, അവര് സീരിയസ് ആയിട്ട് കാര്യങ്ങൾ പറയും. പിന്നെ എല്ലാ കാര്യങ്ങളിലും നമ്മള് ഡിഫറൻസ് ആണ്. ഫുഡ് ആണെങ്കിൽ പോലും ചിലര് കുറച്ച് വിശപ്പിന് വേണ്ടി മാത്രം കഴിക്കും, ചിലരങ്ങനെ അല്ല, വയറ് നിറഞ്ഞാലും അറിയാതെ അങ്ങ് തിന്നുന്നവരുണ്ട്.
അങ്ങനെ ഒത്തിരി വെള്ളം കുടിക്കുന്നത് പോലും ചിലര് കുറച്ച് ലിമിറ്റഡേ കുടിക്കുകയുള്ളൂ. ചിലരങ്ങ് ക്ലബ് എന്നും പറഞ്ഞ് അങ്ങ് എടുത്ത് കുടിക്കുന്നത്. ഓരോ കാര്യത്തിലും അവർക്ക് ഭയങ്കര, ചിലര് നുണയും കുശുമ്പും കുന്നായ്മയും അത് തന്നെ ആയിരിക്കും. ആരെ കണ്ടാലും അവരങ്ങനെ, അവരിങ്ങനെ, അവര് മറ്റവരാ മറിച്ചവരാ. അതേസമയം ചിലരങ്ങനല്ല, ആരുടെ കാര്യത്തിൽ ഇടപെടേണ്ട ആവശ്യമില്ല. നമുക്ക് നമ്മുടെ കാര്യം, ആരും പെർഫെക്റ്റ് അല്ല, പിന്നെ മറ്റുള്ളവരുടെ നുണകൾ പറയാൻ നമുക്ക് എന്ത് റൈറ്റ് ആണുള്ളത്, അങ്ങനെ ചിന്തിക്കുന്നവരും ഉണ്ട്. ചിലര് വളരെ സൈലന്റ് ആയിരിക്കും, ആവശ്യമുള്ളപ്പോൾ മാത്രം സംസാരിക്കും. ചിലരാണ് ചുമ്മാ ചലച്ചോണ്ടിരിക്കും, ഒന്നും കഴകത്ത് കാണുകയില്ല. ഇതൊക്കെയാണ് മിസ്സേ. ഓക്കെ. ഇത് ഇപ്പൊ ഉഷയുടെ വ്യത്യസ്തമാക്കുന്നത് ഉഷയുടെ ചിരിയാണ് അല്ലെ? മറ്റുള്ളവരിൽ നിന്ന് വ്യത്യസ്തമാക്കുന്ന ഉഷയുടെ ചിരിയാണ്. ഓക്കെ. ഇനി സബി ഷമീറിന്റെ ഇൻഡിവിജ്വൽ ഡിഫറൻസ് എന്തൊക്കെയാണ് സബിയുടെ? എനിക്ക് നന്നായി സംസാരിക്കണം, എല്ലാവരുമായിട്ട് നന്നായിട്ട് സംസാരിക്കും. പിന്നെ എന്ത് കണ്ടാലും പറയും, മുഖത്ത് നോക്കിയിട്ട് കാര്യം പറയും, ഓപ്പൺ ആയിട്ട് സംസാരിക്കും. ചിരിച്ച് സംസാരിക്കുള്ളൂ. പിന്നെ എനിക്ക് മനസ്സിലൊന്നും ഇരിക്കത്തില്ല, എല്ലാം അങ്ങ് പെട്ടെന്ന് ഓപ്പൺ ആയിട്ട് എല്ലാവരോടും പറയാനങ്ങ് തോന്നും. ഒരു കാര്യം അങ്ങനെ ഒളിപ്പിച്ചു വെക്കാൻ അങ്ങനെ പറ്റില്ല. അതൊരു ചില സമയത്ത് അത് നല്ലതാണ്, ചില സമയത്ത് അത് തെറ്റുമാണ്. എപ്പോഴും അങ്ങനെ തുറന്നു പറയുന്നൊരു സ്വഭാവമാണ് എനിക്ക്. മറ്റുള്ളവരെ കേൾക്കും, അവർക്ക് പറയാനുള്ള. ഇപ്പൊന്ന് പറഞ്ഞാൽ കേൾക്കാൻ ആളെ കിട്ടാന്ന് പറഞ്ഞ വലിയ പാടാ. മറ്റുള്ളവർ പറയുന്നത് ഞാൻ കേൾക്കും. പിന്നെ നമ്മള് കാരണം ഒരാളെ വേദനിപ്പിക്കാൻ നോക്കില്ല. അത് ഇപ്പൊ കുറെ വർഷം കഴിഞ്ഞിട്ടാണെങ്കിലും അയ്യോ അവരത് പറഞ്ഞല്ലോ എന്നോർത്ത് ഒരു ഇടവരാതെ നമ്മളായിട്ട് ആരെയും വിഷമിക്കാൻ പോയില്ല. അതാണ് അയനയുടെ മറ്റൊരു ഇൻഡിവിജ്വൽ ഡിഫറൻസ് എന്ന് പറയുന്നത് അല്ലെ? ഫ്രണ്ട്സ്. നല്ലൊരു കാര്യമാണ്. പിന്നെ ഹസന? ഞാൻ കുറച്ച് സൈലന്റ് ആണ്, അധികം സംസാരിക്കാറില്ല. മനസ്സിലായി. അതാണോ ഇൻഡിവിജ്വൽ ഡിഫറൻസ് ഉള്ളത് ഹസനയുടെ? അതെനിക്ക് കുറച്ച് തോന്നാറുണ്ട്, അധികം സംസാരിക്കാത്ത പോലെ. അധികം സംസാരിക്കില്ല. ഓക്കെ. യെസ്. ശ്യാമള? എന്റെ സ്വഭാവം പറയുവാണെങ്കിൽ ഞാനും ഇതുപോലെയാണ്, ഉള്ള കാര്യം വെട്ടിത്തുറന്ന് പറയും. പിന്നെ ഞാൻ പെട്ടെന്ന് പാനിക്കാവുകയും ചെയ്യും, ചെറിയൊരു കാര്യത്തിന് എനിക്ക് കരച്ചിൽ വരികയും ചെയ്യും. അങ്ങനെയുള്ള സ്വഭാവമാണ്. ഓക്കെ. നിങ്ങൾ ഇത്രയും നേരം പറഞ്ഞിട്ട് ഒരു ക്വാളിറ്റി പറഞ്ഞില്ല നിങ്ങളുടെ. ഇൻഡിവിജ്വൽ ഡിഫറൻസ് ഉണ്ടെന്ന് പറഞ്ഞ് കുറെ ഒരു കാര്യം മാത്രം പറഞ്ഞു, പക്ഷെ നിങ്ങളുടെ ക്വാളിറ്റി പറഞ്ഞില്ല, മറ്റവരിൽ നിന്ന് വ്യത്യസ്തമാക്കുന്ന ക്വാളിറ്റി പറഞ്ഞില്ല. പക്ഷെ പറഞ്ഞു ചിരിയാണെന്ന്, മറ്റുള്ളവരൊന്നും പറഞ്ഞില്ല. എനിക്കറിയുന്നത് പോലെ ഞാൻ എല്ലാവരും ഹെൽപ്പ് ചെയ്യാറുണ്ട്. ഇപ്പൊ ആരെങ്കിലും ഡൗട്ടൊക്കെ ഇങ്ങനെ അസൈൻമെന്റിന്റെ ഒക്കെ ചോദിച്ചിട്ടുണ്ടെങ്കിൽ അതൊക്കെ പറഞ്ഞു കൊടുക്കാറുണ്ട്. എന്നെ കൊണ്ടായ പോലെ മറ്റുള്ളവരെ സഹായിക്കാനായിട്ട് എനിക്ക് ഇഷ്ടമാണ്. അയന പറഞ്ഞതുപോലെ തന്നെ എനിക്കും മറ്റുള്ളവർ പറയുന്നത് കേൾക്കാനുള്ളൊരു മനസ്സ്, അത് നമ്മള് എല്ലാവർക്കും ഉണ്ടാവണമെന്നില്ലല്ലോ. അത് എനിക്ക് ഇഷ്ടമാണ്. എല്ലാരും പറയുന്നത് കേട്ട് അവരെ സപ്പോർട്ട് ചെയ്ത് നിൽക്കുക, തെറ്റാണെങ്കിൽ അത് പറഞ്ഞ് അവരോട് പറയുക എന്നുള്ളൊരിതുണ്ട്. ഓക്കെ. ഇനി ഇതൊരു പേരുണ്ട്, നമുക്ക് മനസ്സിലാവുള്ള എന്താ എഴുതുന്നത്? NRK പനൂർ. ആരാടോ? അത് ഞാനാ, നസീല പേര്. ശീല പറയൂ. എനിക്ക് പറഞ്ഞാല് ഞാന് കൂടുതൽ സംസാരിക്കില്ല. സംസാരിക്കുന്ന സമയം കൂടി എന്തെങ്കിലും പുസ്തകം എടുത്ത് വായിച്ചുകൊണ്ടിരിക്കും. എവിടെയാണെങ്കിലും കൂടുതൽ വായിക്കാനാണ് ഞാൻ ഇഷ്ടപ്പെടുന്നത്. മറ്റുള്ളവരായിട്ടുള്ള കൂടുതൽ സംസാരിക്കാൻ ഒഴിവാക്കലാണ്. ഇപ്പൊ നമുക്കൊരു കാര്യം മനസ്സിലായില്ലേ, നമ്മുടെ ക്ലാസ്സിൽ പൊതുവെ കുറച്ച് സൈലന്റ് ആയിട്ടുള്ള ആൾക്കാരാണ്. ക്ലാസ് എങ്ങനെ പോയത് അല്ലെ?
കുറച്ച് ധൈര്യം തരണം. പക്ഷെ ബാക്കിയുള്ളവർ സംസാരിക്കും. നിങ്ങൾ സംസാരിക്കുന്നവരാണ്, നിങ്ങൾക്ക് ഒരു അവസരം കിട്ടിയാൽ നിങ്ങൾ ഉണ്ടെന്ന് എനിക്കറിയാം. എനിക്കും കുഴപ്പമില്ല. അതൊരു നല്ലൊരു കണ്ടന്റ് ആണ് ഒരു ഇൻഡിവിജ്വലിനെ സംബന്ധിച്ചിടത്തോളം. അത്രയൊക്കെ മതി അല്ലേ? അത്രയും മതി. പക്ഷെ ഇച്ചിരി കൂടെ ഓപ്പൺ ആവണം കേട്ടോ. സ്കൂളിൽ പോയി കഴിഞ്ഞാൽ ഈ ഒരു സ്വഭാവത്തിൽ നിങ്ങൾ ഈ ഒരു നേച്ചറിൽ ക്ലാസ് എടുക്കരുതിരിക്കലും. കുട്ടികളും അതേപോലെ സൈലന്റ് ആയി പോകും. നിങ്ങൾ ഭയങ്കര എക്സ്പ്രസീവ് ആയിട്ട് എടുക്കാനായിട്ട് ശ്രമിക്കണം കേട്ടോ. പറ്റും. ആദ്യത്തെ ക്ലാസ്സിൽ പറ്റിയെന്ന് വരില്ല, പിന്നീട് അങ്ങോട്ട് നിങ്ങൾക്ക് ശരിയായിക്കോളും കേട്ടോ. അതൊന്നും ആരും ടെൻഷൻ അടിക്കണ്ട. ഇനിയിപ്പോ ജൂണിൽ ആരെങ്കിലും വിളിച്ചിട്ടുണ്ടോ നിങ്ങളെ സ്കൂളിലേക്ക്? ഏതെങ്കിലും ഓപ്പർച്യൂണിറ്റീസ് വന്നിട്ടുണ്ടോ? ഇന്റേൺഷിപ്പിന് പോയിട്ടില്ല മിസ്സേ. ഓപ്പൺ ചെയ്തിട്ട് വേണം പോകാനായിട്ട്. ഇന്റേൺഷിപ്പിന് പോവാ, നല്ല രീതിയിൽ ക്ലാസ്സുകൾ എടുക്കാൻ നോക്കാം. നല്ലൊരു എക്സ്പീരിയൻസ് ആയിരിക്കുള്ളൂ കേട്ടോ. അങ്ങനെ തന്നെ പ്രതീക്ഷിച്ച് പോയാൽ മതി. ബാഡ് എക്സ്പീരിയൻസ് ആണെങ്കിൽ അത് അക്സെപ്റ്റ് ചെയ്യാം, കുഴപ്പമില്ല. കാരണം ചിലപ്പോൾ ടീച്ചേഴ്സോ അല്ലെങ്കിൽ മറ്റാരെങ്കിലും ഭാഗത്തുനിന്ന് എന്തെങ്കിലും തരത്തിലുള്ള ബിഹേവിയേഴ്സ് അല്ലെങ്കിൽ എന്തെങ്കിലും പറഞ്ഞെന്നിരിക്കും. അത് നമ്മൾ അളക്കാൻ വേണ്ടി ചോദിക്കുന്നതാണെന്നുള്ള രീതിയിൽ നിങ്ങളത് അക്സെപ്റ്റ് ചെയ്താൽ മതി കേട്ടോ. മിസ്സിന്റെ ഏത് ഗുണമാ മിസ്സേ മറ്റുള്ളവരിൽ നിന്ന് വ്യത്യാസമായിട്ടുള്ളത്? ഞാൻ പറയുന്നത് കുറച്ച് കാര്യം പറയേണ്ടി വരും. പാട്ട് പാടില്ല, പക്ഷെ എനിക്ക് അത്യാവശ്യം പാടാൻ അറിയാം. ഡാൻസ് കളിക്കും, അത്യാവശ്യം അഭിനയിക്കാൻ അറിയാം, കുക്കിംഗ് അറിയാം, മോണാക്ട് അങ്ങനെയുള്ള കാര്യങ്ങൾ. അഭിനയ മേഖലയിൽ കുറേയൊക്കെ അറിയാം. പടം വരയ്ക്കാൻ അറിയാം. പിന്നെ മറ്റുള്ളവർക്ക് വേണ്ടി സംസാരിക്കാൻ അറിയാം, ക്ലാസ് എടുക്കാൻ അറിയാം. വിഷമം വന്നാൽ നല്ല അമിതമായിട്ട് കരയാൻ അറിയാം, ദേഷ്യം വന്നാൽ അമിതമായിട്ട് ദേഷ്യപ്പെടാൻ അറിയാം. പിന്നെ പൊട്ടിച്ചിരിപ്പിക്കാൻ പറ്റാറുണ്ട് എനിക്ക് കുറച്ചു പേരെങ്കിലും. ചിരിപ്പിക്കാൻ പറ്റാറുണ്ട്, അതൊരു ക്വാളിറ്റിയാണ്. അത്രയൊക്കെ ഉള്ളൂ, വേറൊന്നുമില്ല. അത്രേ ഉള്ളെന്നോ? മിസ് സർവകലാ വല്ലഭയാ? അതില്ല, അങ്ങനെ ആയതാണ്. നമ്മള് ചെയ്യേണ്ട അവസരങ്ങൾ വന്നപ്പോൾ നമ്മൾ അങ്ങനെ ആയി. ഡാൻസ് എന്ന് പറയുന്നത് എനിക്ക് ഇൻബോൺ ടാലന്റ് ആയിട്ട് കിട്ടിയേക്കണേന്. ചെറുപ്പത്തിലെ മുതൽ ഞാൻ അങ്ങനെ കളിച്ച് വന്നതാണ്, അല്ലാതെ പോയി പഠിച്ചിട്ടൊന്നുമില്ല. മിസ്സിന്റെ ഡാൻസ് ഞാൻ കണ്ടിരുന്നു. ഇപ്രാവശ്യത്തെ ഡാൻസ് മോശമുണ്ട്. മൺഡേ നിങ്ങളുടെ കോൺവൊക്കേഷൻ ആണ്, മോണ്ടിസോറിയുടെ ഫസ്റ്റ് ബാച്ചിന്റെ കോൺവൊക്കേഷൻ ആണ്. മിസ്സിനെ അശ്വതി മിസ്സിനെയാണ് ഞങ്ങൾ ഫോക്കസ് ചെയ്തത്. നല്ല രസമുണ്ടായിരുന്നു ഡാൻസ്. ഞങ്ങൾക്ക് നല്ല രീതിയിൽ മിസ് അശ്വതി മിസ് അറിയത്തുള്ളായിരുന്നു, അതുകൊണ്ട് നിങ്ങൾ രണ്ടുപേരും ഞങ്ങൾ ശ്രദ്ധിച്ചോളൂ. അറിയില്ലല്ലേ? ഷാമിസ് ഒന്നും ഡാൻസ് കളിക്കില്ല. ടീച്ചർ കുറെ സ്റ്റേജിൽ എല്ലാ കാര്യത്തിലും ഉണ്ടാവും, പക്ഷെ ടീച്ചർ ഡാൻസിനൊന്നും വരില്ല. അപ്പൊ ഈ മോണ്ടിസോറിയുടെ പ്രോഗ്രാം ഞങ്ങൾ കുറച്ചുകൂടിയൊക്കെ നല്ല ഭംഗിയായിട്ടൊക്കെ പ്ലാൻ ചെയ്തിട്ടുണ്ട്. നടക്കുമെന്ന് അറിയില്ല. ഇത് കഴിഞ്ഞ് നിങ്ങൾ കുറെ നിങ്ങളും ഉണ്ടാവും. പക്ഷെ നിങ്ങളുടെ സ്ട്രെങ്ത് കുറച്ചുകൂടി വേണ്ടി വരും കേട്ടോ. എങ്കിൽ മാത്രം നമുക്ക് കോൺവൊക്കേഷന്റെ ആള് വേണ്ടേ. ആളില്ലെങ്കിൽ ഇങ്ങനെ നടക്കും, അതൊരു പ്രശ്നമാണ്. റെക്കോർഡ് ക്ലാസ് കാണുന്നുണ്ട്, കുറെ പേര് റെക്കോർഡ് ക്ലാസ് കാണുന്നുണ്ട്. കാണുന്നുണ്ടല്ലേ? നോക്കാം, അങ്ങനെയാണ് കേട്ടോ. ഞാൻ അവരെ പഠിപ്പിക്കാത്തതാണ്. ഞാനത് മോണ്ടിസോറി 5th ബാച്ച് തുടങ്ങിയാണ് ഞാനിവിടെ ജോയിൻ ചെയ്തത്. അതുകൊണ്ട് ആ പിള്ളേരൊന്നും എനിക്ക് അറിയില്ല. സ്റ്റുഡൻസിന് ഫസ്റ്റ് മോണ്ടിസോറി ഓൺത്ത് ഫസ്റ്റ് ബാച്ച്, സെക്കൻഡ് ബാച്ച്, തേർഡ് ബാച്ച് 3 പേരുടെയാണ് നടത്തുന്നത്. 4th സെപ്പറേറ്റഡ് ആണ്. 4th സ്റ്റുഡൻസ് ഉണ്ട്. അതില് എന്നാലും ഉണ്ടാവും, ഒരു 100 സ്റ്റുഡൻസോട് ഉണ്ടാവും എന്ന് തോന്നുന്നു. കുറെ പരിപാടികളൊക്കെ പ്ലാൻ ചെയ്തിട്ടുണ്ട്. ഡാൻസ് ഓൾറെഡി ഞങ്ങൾ ടീച്ചേഴ്സ് ഇപ്രാവശ്യം കുറച്ചൊരു വെറൈറ്റി ആയിട്ട് തയ്യാറാക്കിയിട്ടുണ്ട്. സക്സസ് ആവുമെന്ന് വിചാരിക്കുന്നു. എല്ലാവർക്കും ഒരേപോലെ കളിക്കാൻ പറ്റില്ലേ, അതാണ്. എല്ലാവരും അറിയാവുന്നവരെല്ലാം കൂടി കളിക്കുന്നവര് അവരെയും പഠിപ്പിച്ചെടുക്കാനോ ഒരിക്കലും കളിക്കാൻ പറ്റുന്ന പോലത്തെ സ്റ്റെപ്പുകൾ ഇടുന്നു. അതിൻ്റെതായ കുറച്ച് ഡിഫിക്കൽട്ടീസ് ഉണ്ട്. ബാക്കി ഓക്കെയാണ്. അപ്പൊ നിങ്ങൾ വെയിറ്റ് ചെയ്യാം. നിങ്ങളുടെ ബാച്ചിന്റെ പരിപാടിയാണ്, ഫസ്റ്റ് പ്രോഗ്രാം ആണ്. അപ്പൊ നിങ്ങൾ കാണണം. വീഡിയോസ് വരുമ്പോ സപ്പോർട്ടും അഭിപ്രായങ്ങളൊക്കെ പറയാം കേട്ടോ. ഇനി വേറൊരു കാര്യം, അടുത്ത ക്ലാസ്സോട് ഈ ചാപ്റ്റർ തീരും കേട്ടോ. അടുത്ത ക്ലാസ്സിൽ എടുക്കാവുന്നുള്ളൂ. ഇത് കുറച്ചുള്ളൂ, വളരെ കുറച്ചുള്ളൂ. പിന്നെ അത് കഴിഞ്ഞാൽ നമ്മള് പാർട്ട് 4 എടുക്കാൻ പോണേ. പാർട്ട് 4 കുറച്ച് ചാപ്റ്റേഴ്സ് ഇച്ചിരി ഒരു ബുദ്ധിമുട്ടായിരിക്കും, എങ്കിലും വലിയ കുഴപ്പമില്ലാതെ നമുക്ക് പോവാം കേട്ടോ. നെക്സ്റ്റ് ബുദ്ധിമുട്ടുണ്ടാവും.
പിന്നെ അത് കഴിഞ്ഞിട്ട് പ്രാക്ടിക്കൽസിന്റെ ക്ലാസ്സുകൾ നമ്മൾ ഇതേപോലെ തിയറി ക്ലാസ് കഴിയുമ്പോൾ പിന്നെ പ്രാക്ടിക്കൽസിന്റെ ക്ലാസ് ഓൺലൈനിൽ തന്നെ തരും. അപ്പൊ മാക്സിമം ക്ലാസ്സിൽ കയറാൻ നോക്കണം കേട്ടോ. ഇൻഡിവിജ്വൽ ഡിഫറൻസ് അതിന് പാർട്ട് ഫോറിൽ എത്ര ചാപ്റ്റേഴ്സ് തുടങ്ങി നിങ്ങൾക്ക്? തുടങ്ങിയായിരുന്നു ഏതെങ്കിലും? സ്കൂൾ മാനേജ്മെന്റ്, ഓഫീസ് മാനേജ്മെന്റ്, ഇൻസ്റ്റിറ്റ്യൂഷൻ പ്ലാനിങ്, കമ്മ്യൂണിക്കേഷൻ. എന്തോ അതൊക്കെ എടുത്തോ? അശ്വതി യെസ് മിസ്. അതും തീരാറായി മിസ്സേ, അതും തീരാറായി. ഇൻസ്റ്റിറ്റ്യൂഷണൽ പ്ലാനിങ് അത് ഒരെണ്ണം ഓഫീസ് മാനേജ്മെന്റ് ചാപ്റ്റർ ആണ്. ഇച്ചിരി കൂടെ ഉള്ളൂ. മിസ്സേ ഇത് എങ്ങനെയാ ഇത് എക്സാമിന് പഠിക്കേണ്ടത് എങ്ങനെയാണെന്ന് ഒരു ഐഡിയ കിട്ടില്ല. മോക്ക് ടെസ്റ്റ് പോലെ തന്നെയാണ്. മോഡൽ എക്സാമിന്റെ പരീക്ഷ നമ്മൾ തരുന്ന ക്വസ്റ്റ്യൻസ് ഇല്ലേ, നമ്മുടെ ചാപ്റ്റർ ചെയ്യുന്ന ക്വസ്റ്റ്യൻസ് തരാറില്ലേ, അത് പഠിക്കുക കേട്ടോ. അത് തന്നെയായിരിക്കും മോഡലിൽ ഇടുന്നത് നമ്മള്. ഓക്കെ, ഏത് മോക്ക് ടെസ്റ്റിന്റെ? നമ്മുടെ ഒരു ചാപ്റ്റർ തരുമ്പോ ക്വസ്റ്റ്യൻസ് തരാറില്ല, ഒരു 10-12 ക്വസ്റ്റ്യൻസ് ഒക്കെ തരാറില്ലേ, അത് പഠിക്കുക. അത് തന്നെ പഠിച്ചേക്കാം മോഡലിനെ. ബാക്കി നമ്മൾ പറഞ്ഞു തരാം. മോഡൽ കഴിഞ്ഞതിന് മുമ്പായിട്ട് മെയിൻ എക്സാമിന് അതിൽ നിന്ന് തന്നെ കുറേശ്ശൊക്കെ മിക്സഡ് ആയിട്ടായിരിക്കും വരുന്നത് ക്വസ്റ്റ്യൻ കേട്ടോ. എളുപ്പമായിട്ട് എഴുതി തരുന്ന നോട്ട്സുകളൊക്കെ പഠിക്കണോ? അപ്പൊ തിയറി ആയിട്ട് ഉണ്ടാവില്ല എന്നല്ലേ പറഞ്ഞേ, മോക്ക് ടെസ്റ്റ് ആയിട്ടല്ലേ വരുന്നത്? പഠിച്ചാൽ മതി. വേണ്ട ക്വസ്റ്റ്യൻസ് ഞാൻ തന്ന ക്വസ്റ്റ്യൻസ് മാത്രം പഠിക്കുക. എന്റെ ഭാഗത്തുനിന്ന് പറയാനുള്ളതാണ്, ഞാൻ തന്ന ക്വസ്റ്റ്യൻസ് പഠിക്കുക. ബാക്കി ടീച്ചേഴ്സ് അവിടെ എങ്ങനെയാണെന്ന് പറയും കേട്ടോ. ഓക്കെ, നമുക്ക് വൈൻഡപ്പ് ചെയ്യാം. വേറെ എന്തെങ്കിലും ചോദിക്കാനുണ്ടോ? ഗീത ഇപ്പൊ ക്ലാസ് കയറാറില്ലേ? ഗീത ഒരാഴ്ചയായിട്ട് ടൂറിന് പോയിരിക്കുക. അടുത്ത ആഴ്ച കയറുള്ളൂ എന്ന് പറഞ്ഞു. ശരി, ഇപ്പൊ മൺഡേ ക്ലാസ് ഉണ്ടാവും. വഴിയിലെ കോൺവെക്കേഷൻ ആയതുകൊണ്ട് നിങ്ങൾ അറിയിക്കും കേട്ടോ. Thank you. Have a nice day. Thank you so much. Thank you. Thank you, miss. Thank you.